കാര്യങ്ങളൊക്കെ പിന്നീട് അച്ഛാ ഞാൻ അറിഞ്ഞത്. അമ്മയും ചിന്നുവിനെ അന്വേഷിച്ച് ഞാൻ ഒരുപാട് അലഞ്ഞു. ഈ സിറ്റിയിൽ അവരെവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കാം. അവസാനം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് കരുതിയിരിക്കുമ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആ നരേന്ദ്രൻ നമ്മെ പിടിച്ചതാ മോളെ. പിന്നെ അവരിങ്ങോട്ട് വന്നപ്പോ ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചു നോക്കി, പക്ഷെ കിട്ടിയില്ല. എന്റെ തിരക്ക് അച്ഛൻ അറിയാത്തോണ്ടാ. അവരെ എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോവാന്ന് കരുതിയാൽ ഞാൻ താമസിക്കുന്നത് ഒരു കുടിസ റൂമിലാ അച്ഛാ. കൂടെയാണേലും ഒരു കൂട്ടുകാരിയുണ്ട്. അതുകൊണ്ട് അവർക്കും കൂടെ സ്റ്റേ ചെയ്യാനും പറ്റില്ല. കോഴ്സ് കഴിഞ്ഞ് ട്രെയിനിങ് നടക്കുന്നതേ ഉള്ളൂ. നക്കാപ്പിച്ച എന്തെങ്കിലും ആ കിട്ടുന്നേ. എന്റെ കാര്യങ്ങൾ കഴിയുമ്പോ തന്നെ പിന്നെ മിച്ചം ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു വീടെടുത്ത് നമുക്ക് 4 പേർക്കും കൂടി അങ്ങോട്ട് മാറായിരുന്നു. പിന്നെ പഠിക്കാൻ ഞാൻ മിടുക്കിയായോണ്ട് എന്റെ ബോസിന് എന്നെ വലിയ കാര്യ. അങ്ങനെ ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടാ അവരെ ആ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. അവരവിടെ സേഫായിട്ട് നിന്നോട്ടേന്ന് കരുതി. അപ്പോ മോളാണോ അവരോടാക്കിയത്? അതെ. പക്ഷെ ഞാനത് അമ്മയോടും ചിന്നുവിനോടൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനും അറിയിക്കണ്ട. ഇല്ല. പക്ഷെ ചിന്നു അവിടെ ഒരു ജോലിക്കാരിയാവുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല അച്ഛാ. അത് അവളുടെ തന്നെ തീരുമാനമായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചില്ല. മറ്റൊരു വീട്ടില് എന്റെ അമ്മയും അനിയത്തിയും ജോലിക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ അതെന്റെ ഗതികേടാ അച്ഛാ. അതുകൊണ്ട് മാഡത്തിനോട് അവരെന്റെ ആരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞാ ചിലപ്പോ ഏതെങ്കിലും തരത്തില് അതെന്റെ ജോലിയെ ബാധിക്കും. അതാ. അത് സാരമില്ല മോളെ, എന്നും നമ്മൾ ഈ അവസ്ഥയിലായിരിക്കില്ലല്ലോ. ഉടനെ എല്ലാത്തിനും ഒരു പരിഹാരം കാണാം നമുക്ക്. അമ്മയും ചിന്നു അവിടെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക അച്ഛാ. അവരെപ്പോഴും എന്റെ കൺവെട്ടെ തന്നെ വേണമെന്ന് കരുതിയോണ്ടാ ഞാൻ അവരെ ആ വീട്ടിൽ തന്നെ ആക്കിയത്. ട്രെയിനിങ് കഴിഞ്ഞാൽ ഉടനെ ആ കമ്പനിയിൽ തന്നെ ഞാൻ ജോലിക്ക് കയറും. അതും നല്ല ശമ്പളത്തോടു കൂടി തന്നെ. അതുവരെ ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇതച്ഛൻ കയ്യിൽ വെച്ചോ. ഇത്രേ ഇപ്പൊ എന്റെ കയ്യിലുള്ളൂ. അയ്യോ വേണ്ട മോളെ, മോളുടെ ചെലവില് വെച്ചോ. ഒരുപാട് ചെലവുള്ളതല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ എന്നെ വിഷമിപ്പിക്കരുത്. ഞാൻ ഈ നിലയിലെത്താൻ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെട്ടത് അച്ഛന്റെ വേർപ്പ് കൊണ്ടുണ്ടാക്കിയ പൈസ കൊണ്ടാ. എന്നെ പഠിപ്പിക്കാൻ അച്ഛൻ നാട് മുഴുവൻ കടം വാങ്ങാൻ ഓടിയ കാഴ്ച ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. പഴയതൊന്നും അച്ഛന്റെ തുമ്പിമോളും മറന്നിട്ടില്ല അച്ഛാ. നിങ്ങളെയൊന്ന് മറന്ന് എനിക്കൊരു ജീവിതവും ഇല്ല. അച്ഛനിത് വാങ്ങണം. നിനക്ക് എന്ത് ചെയ്യാനും ആരുടെ അനുവാദം വേണ്ടല്ലോ. നീ കുറെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നീ അത് ചെയ്യുന്നു. അതറിയാലോ. പിന്നെന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എന്റെ കാര്യങ്ങള് ഞാൻ സ്വയം തീരുമാനിച്ചു തുടങ്ങിയത് എന്നു മുതലാണെന്ന് നന്നായിട്ട് അറിയാലോ. അതിനിയും ഞാൻ ഓർമ്മിപ്പിക്കണം. ഞാൻ എന്തു പറഞ്ഞാലും എന്റെ വാ നീ മൂടിക്കെട്ടുന്നത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടല്ലേ? ഇങ്ങനെ എന്തെങ്കിലും പറയാനല്ലേ നിനക്കറിയൂ. ഞാനിവിടെ ആരുടെയും കാര്യം അന്വേഷിക്കാൻ അങ്ങോട്ട് വരുന്നില്ലല്ലോ. അപ്പോ എന്റെ കാര്യങ്ങളും വേറെ ആരും അന്വേഷിച്ചു വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ചോദിക്കുന്നതിനൊക്കെ ശരിയായി ഉത്തരം തന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെങ്ങനെ പോയെന്ന് കുറെ വർഷങ്ങൾക്ക് പിന്നിലോട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഈ വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും നീ എന്നെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടുണ്ടോ? ഭർത്താവ് നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ നിന്നിരുന്നെങ്കില് ഞാനൊരു സ്നേഹമുള്ള ഭാര്യയായിട്ട് നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായേനെ. ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ സ്ഥിതി. ഭർത്താവിന്റെ മാത്രം ഇഷ്ടത്തിന്, ഇളയ മകനോ അവന്റെ സ്വന്തം തോന്നിയാസത്തിന്. എന്നെ ആകെ സ്നേഹിക്കുന്നത്
ഞാൻ പറയുന്നത് കേൾക്കുന്നതും എന്റെ മൂത്ത മകൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവന് ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ നല്ലൊരു ഭാര്യയാണെന്നും നല്ലൊരു മരുമകളാണെന്നും അതിലൊക്കെ ഉപരി നല്ലൊരു അമ്മയാണെന്നും എനിക്ക് തന്നെ നല്ല ഉറപ്പുള്ളിടത്തോളം കാലം മറ്റാരെന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ നാളെ ആരെ കാണാൻ പോകുന്നുവെന്നും ആരോടൊക്കെ സംസാരിക്കുന്നുവെന്നും എന്നെ നോക്കി എന്റെ ഭർത്താവ് എന്റെ പിന്നാലെ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ വന്നിട്ടുമില്ല, ഇനി വരികയില്ല. എന്നിൽ നിന്ന് നീ എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങളിൽ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒളിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് എങ്ങനെ പറയും? നിങ്ങളെ ധരിപ്പിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് ഞാൻ പറയും. ഒരാളെക്കുറിച്ച് മറ്റൊരാൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം അറിഞ്ഞേ പറ്റൂ എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അതത്ര നല്ല സ്വഭാവമല്ല. അതും ഈ പ്രായത്തിൽ